ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ഷണം. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനാണ് പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി ക്ഷണിച്ചത്. ജൂലൈ ആദ്യവാരമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇതിനിടെ ഇറാൻ US സമാധാന ചർച്ചകൾ അടുത്തയാഴ്ച പുനരാരംഭിക്കുമെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കി. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഈ സമാധാന കരാർ എവിടെയും എത്തിയില്ല, ഇനിയും ചർച്ചകൾ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോഴേക്ക് തന്നെ എന്തായാലും ഈ ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ച അതിഥികളെ ക്ഷണിക്കാൻ ഇറാൻ തുടങ്ങിയിരിക്കുന്നു എന്നതൊരു ശുഭ സൂചനയാണോ? സമാധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും ഇറാന്റെ ഭാഗത്തു നിന്നുമുള്ള അതിന്റെ ഒരു ഗ്രീൻ സിഗ്നലായി നമുക്ക് കാണാമോ? രേണുക, ഫെബ്രുവരി 28-നാണ് ഇറാന്റെ മുൻ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അലി ഖമനയി കൊല്ലപ്പെടുന്നത്. മാർച്ചിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നേരത്തെ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ US-ഉമായിട്ടുള്ള സംഘർഷങ്ങളെ തുടർന്ന് ഇത് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ഇപ്പോൾ US-ഉമായിട്ട് ഒരു സമാധാന കരാറിന്റെ വക്കിലെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 14-ന് ധാരണാപത്രമൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞു. ആദ്യഘട്ട ചർച്ചകൾ നിലവിൽ സ്വിറ്റ്സർലൻഡിൽ വെച്ച് വിജയകരമായി പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ആഴ്ചയായിരിക്കും അടുത്ത ഘട്ട ചർച്ചകൾ പുനരാരംഭിക്കുക എന്ന് പാകിസ്ഥാന്റെ വിദേശകാര്യ വക്താവ് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ചില ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റു കാര്യങ്ങളെല്ലാം ശുഭകരമായി തന്നെയാണ് ഇറാനും അമേരിക്കയും തമ്മിൽ മുന്നോട്ട് പോകുന്നത്. ഇതിനിടെയാണ് ഇറാന്റെ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങിലേക്ക് ഔദ്യോഗികമായി തന്നെ നിലവിൽ ക്ഷണിച്ചിരിക്കുന്നത്. ഡൽഹിയിലുള്ള ഇറാൻ എംബസി വഴിയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ ഈ ക്ഷണക്കത്ത് നിലവിൽ കൈമാറിയിട്ടുള്ളത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇന്ത്യ ഇതുവരെ മറുപടി അറിയിച്ചിട്ടില്ല. ഇതിനു മുൻപേ 2016-ലാണ് പ്രധാനമന്ത്രി ഇറാനിലേക്ക് എത്തുന്നത്. അന്ന് അയത്തുള്ള അലി ഖമനയുമായിട്ടൊക്കെ നരേന്ദ്രമോദി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനു മുൻപേ മാർച്ച് 5-ാം തീയതി ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള വിക്രം മിശ്രി ഡൽഹിയിലുള്ള ഇറാന്റെ എംബസിയിലെത്തി അയത്തുള്ള അലി ഖമനയുടെ മരണത്തിൽ ഔദ്യോഗികമായിട്ട് തന്നെ ഇന്ത്യയുടെ അനുശോചനം അറിയിച്ചു. അനുശോചന ബുക്കിൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് പ്രതിനിധീകരിച്ചുകൊണ്ട് വിക്രം മിശ്രി അന്ന് ഒപ്പൊക്കെ രേഖപ്പെടുത്തിയതാണ്. നിലവിൽ അയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങിന്റെ ഷെഡ്യൂൾ ഉൾപ്പെടെ ഇറാൻ പുറത്തിറക്കിയിട്ടുണ്ട്. ജൂലൈ 4-ാം തീയതിയാണ് ഈ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അന്ന് ടെഹ്റാനിൽ നിന്ന് ഒരു വിലാപയാത്ര അയത്തുള്ള അലി ഖമനയുടെ മൃതദേഹം കൊണ്ടുപോകും. തുടർന്ന് നിരവധി ഇറാനിയൻ നഗരങ്ങളിൽ അതിൻ്റെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം ജൂലൈ 9-ാം തീയതി അയത്തുള്ള അലി ഖമനയുടെ ജന്മനാടായിട്ടുള്ള മഷാദിൽ വെച്ചായിരിക്കും സംസ്കാരം. ഈ ഒരു ചടങ്ങിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിലവിൽ ക്ഷണിച്ചിട്ടുള്ളത്. ശരി, അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകുന്നത്.